മുസ്ലിം ലീഗിന് 7 മന്ത്രിസ്ഥാനത്തിന് വരെ അർഹതയുണ്ടെന്ന് മഞ്ഞളാംകുഴി അലി MLA. എന്നാൽ തനിക്ക് 5ാം മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ UDF ഘടകകക്ഷികൾ പോലും മോശമായി അതിനെ ചിത്രീകരിച്ചു. ഇതിൽ ഏറെ വേദനയുണ്ടായെന്നും മഞ്ഞളാംകുഴി അലി മാതൃഭൂമി ഓൺലൈനിനോട് പറഞ്ഞു. 2011 UDF മന്ത്രിസഭയിലെ 5ാം മന്ത്രി പദവിയിലൂടെ വിവാദത്തിലായ മഞ്ഞളാംകുഴി അലിയാണ് ലീഗിന് കൂടുതൽ പദവിക്ക് അർഹതയുണ്ടെന്ന് വ്യക്തമാക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിന്റെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് 5, 6, 7 മന്ത്രിമാർ കിട്ടേണ്ട ഒരു ഇതുമില്ല, കിട്ടേണ്ടതാണ്. അത് നിയമപ്രകാരം കിട്ടേണ്ടതാണ്. അതാണ് നമ്മളെ ഇതിൽ അന്ന് ആകെ എത്ര MLA മാരാണുള്ളത്. അപ്പോൾ അതിങ്ങനെ മുസ്ലിം കൂടുതൽ വരും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് നിൽക്കുന്നതായിരിക്കും, എനിക്കറിയില്ല. 5ാം മന്ത്രി പദവി ലഭിച്ചപ്പോൾ UDF ഘടകകക്ഷികൾ പോലും മോശമായി ചിത്രീകരിച്ചു. വല്ലാത്ത ദുഃഖം തോന്നിയിരുന്നു, ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ഒരിക്കലും എനിക്കൊരു മന്ത്രിസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇങ്ങനെ നിർബന്ധിച്ചവർ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അതിന് എതിർപക്ഷക്കാരുണ്ടല്ലോ, അല്ല കൂടെ നിൽക്കുന്ന തന്നെ മറ്റുള്ള ഘടകകക്ഷികൾ, അത് വളരെ മോശമായിട്ടാണ് അവർ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വലിയ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു, ഭയങ്കര വിഷമം തോന്നിയിരുന്നു. പിന്നെ തങ്ങളൊക്കെ ബഹുമാനിച്ചത് കൊണ്ട് പോയി ഈ സ്ഥാനം ഏറ്റെടുത്താണ് നിന്നതാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ അതിലേക്ക് പോകാൻ അന്ന് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഇതായിരുന്നല്ലോ. അപ്പോൾ വല്ലാതെ സങ്കടം തോന്നിയിരുന്നു. 2011 UDF അധികാരത്തിലെത്തിയ സമയത്ത് അന്നത്തെ മുസ്ലിം ലീഗ് പ്രസിഡന്റായിരുന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് ലീഗിന് 5ാമതൊരു മന്ത്രി കൂടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത്. ലീഗ് അനർഹമായ പദവി പിടിച്ചു വാങ്ങുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ലീഗ് പ്രതിരോധത്തിലായി എങ്കിലും പിന്നീട് മഞ്ഞളാംകുഴി അലിക്ക് മന്ത്രി പദവി നൽകിയാണ് വിവാദം അവസാനിപ്പിച്ചത്. UDF മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലാണെന്ന് CPM വിമർശനം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് അലിയുടെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.